ഹലോ, ഇന്ന് നമ്മൾ കുറേ ദിവസം കൂടി പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ. ആമക്കുട്ടിക്ക് ജലദോഷം ചുമയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ആമക്കുട്ടിക്ക് ഒരു ഔട്ടിങ് ആകുമ്പോൾ നമുക്ക് കുറച്ച് സാധനം വാങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായാലും നേരെ ലുലു പോകാൻ വെച്ചു. അതാകുമ്പോൾ രണ്ട് കാര്യം ഒറ്റയടിക്ക് നടക്കുമല്ലോ. പിന്നെ പുറത്തൊക്കെ മഴയാണല്ലോ, പിന്നെ വെയിലും മഴ ഒന്നും കൊള്ളണ്ടല്ലോ എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ നേരെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ലുലുവിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. ലുലു പോകേണ്ട എക്സൈറ്റ്മെൻറ്റ് ഹാപ്പിനെസ് ഒക്കെ ആമക്കുട്ടിയുടെ പോകുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നേരെ നമ്മൾ എസ്കലേറ്ററൊക്കെ കയറി മുകളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതാ റോബോട്ട് ആണെന്ന് തോന്നുന്നു, അതുപോലത്തെ ഒരു വലിയൊരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആമക്കുട്ടിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആമക്കുട്ടി അന്താളിച്ച് നോക്കുകയാണ് കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് അവൾക്കറിയില്ല. അവളുടെ ഇരട്ടി ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് എനിക്ക് ഇപ്പോഴും അറിയാത്ത കാര്യമാണ്. എൻ്റെ ദൈവമേ, എപ്പം ചെന്നാലും ഫുൾ തിരക്ക്. ഇവിടെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കണോ അറിയില്ല, അതുമാതിരി ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ആമക്കുട്ടി ഇരുത്താൻ വേണ്ടിയിട്ട്. ഇരിക്കുമൊന്നുമില്ല, എന്നാലും നമ്മളെടുത്ത് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ആ സവാള ഇതൊക്കെ വാങ്ങിക്കാനുണ്ട്. എന്നിട്ട് നേരെ ബില്ലടിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പോകട്ടെ, ഫണ്ടൂറിലേക്ക് പോകണം. ആമക്കുട്ടി റൈഡർ കണ്ണാപ്പായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് മാറി മറ്റൊന്നിലേക്ക് കയറി ഈ മറ്റേ പുൽച്ചാടി ചാടില്ലേ, അതുപോലെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആമക്കുട്ടി. കുറേ നാളോട് വന്നുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടോ. അല്ലെങ്കിൽ അടവ് നേരം ഇരിക്കാറില്ലാത്ത ഓരോന്നൊക്കെ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആമക്കുട്ടി പോകാമെന്ന് പറഞ്ഞ ആ ഒരു സമയത്താണ് എൻ്റെ മൂക്ക് നാഗവല്ലി കയറിയിട്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ എനിക്കിട്ട് അടിയായി ഇടിയായി പോരുന്ന വഴക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇത്തവണ ലുലുവൊന്നും ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. നമ്മൾ പുറത്ത് പോയി നമുക്ക് മന്തി കഴിക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ വാങ്ങിച്ച സാധനമൊക്കെ ആയിട്ട് ഇപ്പോൾ നേരെ വന്ന് കാറിന് ഡിക്കിയിലേക്ക് എല്ലാം എടുത്തു വെച്ചു. എന്നിട്ട് നമ്മൾ നമുക്ക് വേറെ ചോയ്സ് ഒന്നും ഉണ്ടായാലും നമ്മൾ നമ്മുടെ കാക്കനാട് അൽഷിബിലേക്കാണ് പോകുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ട് ആ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് വയർ നിറച്ച് കഴിച്ചു. അപ്പോൾ ഇത് എവിടെ ഇത്രയുള്ളൂ. ടിറ്റ ബൈ, സീ യു.